ചിക്കൻ ഫ്രൈ വെച്ചിട്ട് ഇതേപോലെ ഒരു കറി ഉണ്ടാക്കില്ല, സംഭവമില്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതിനാദ്യം തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഓയിൽ തന്നെയാട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണയാണ്. ഇത് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടിയും അതിൽ കുറച്ച് കൂടുതലായിട്ട് ചെറിയ ഉള്ളി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സാധാ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതാ ചെറുകൾ വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കേട്ടോ എടുത്തിട്ടുള്ളത്, അതും പിന്നെ എരിവിന് ആവശ്യത്തിന് ഞാൻ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കൂടുതൽ മുളക് പൊടിയോ കാര്യങ്ങളോ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈമിന് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോ എടുക്കുന്ന ടൈം വിട്ടുപോയതാണ്. ഇനി അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. സംഭവം ഇതാ സെറ്റ് ആയിട്ടുണ്ട്. ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇത് കുറച്ചും കൂടിയും ഇതിന് നീരൊന്നും വേണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് സംഭവം സെറ്റായി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.